അത്ഭുതം ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. He's the El Shaddai, Elohim, Adonai. കർത്താവ് എൽ ഷദായി ആണ്, എല്ലോയി ആണ്. Yeah, I like to share my testimony a little bit first, then I'll go to the word. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. Yes, a pastor shared with you, my name is Johnson Chaudhary, but that is not my real name when I was not in God. ഞാൻ എന്റെ പാസ്റ്റർ പറഞ്ഞ പോലെ എന്റെ പേര് ജോൺസൺ ചൗധരി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ ശരിക്കുള്ള പേരല്ല, കാരണം ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു പേരായിരുന്നു. My name is Srinivas Chaudhary. I came from Hindu family. എന്റെ പേര് ശ്രീനിവാസ് ചൗധരി എന്നായിരുന്നു. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു. My forefathers are landlords and we have each and everything what we need. എന്റെ പൂർവ്വപിതാക്കന്മാർ ജന്മികളും ആ ദേശത്തെ ഭരണകർത്താക്കളും ഒക്കെയായിരുന്നു. So our generations are a landlord family. എന്റെ പൂർവ്വപിതാക്കന്മാർ അവിടുത്തെ ഭൂവുടമകളും ജന്മികളും ഒക്കെയായിരുന്നു. Do you understand? നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? Yeah. So my grandfather was sacrificing every year 12 goats. 12 ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ യാഗം അർപ്പിക്കുന്ന ഒരാളായിരുന്നു എന്റെ മുത്തച്ഛൻ. So when I was in a child, he was doing like that. When I questioned him, why you are sacrificing 12 goats for this statue? ഈ 12 ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യാഗം അർപ്പിക്കുന്നു എന്ന് ഞാൻ ഒരിക്കൽ എന്റെ അപ്പനോടും വലിയപ്പനോടും ചോദിച്ചു. And then he said, we need to clean our sins through their blood. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, അവരുടെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകുന്നു. So I was growing up in the family like that. When I was in 10th grade, I have a question in my mind. ഞാൻ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉള്ളതായി. So I don't have a peace in my life. What is that question? You know that why I was born, why I am living, where I am going to after my die. എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്ത് ചെയ്യും ഇനി? Money is not a problem and vehicles is not a problem, properties is not a problem. I have everything in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് സാമ്പത്തികം ഒരു പ്രശ്നമല്ല, വസ്തു ഒരു പ്രശ്നമല്ല, വാഹനങ്ങൾ ഒരു പ്രശ്നമല്ല, എല്ലാം എനിക്കുള്ളവരായിട്ട് അതൊന്നും എന്റെ പ്രശ്നമല്ലായിരുന്നു. So I am working in a movie industry as an art director in Chennai and Hyderabad. ഞാൻ ഹൈദരാബാദിലും ചെന്നൈയിലും ഒരു ആർട്ട് ഡയറക്ടറായിട്ട് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു. So I am earning per day 20,000 rupees. Money is not a problem. ഒരു മാസം 22,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികം എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. So I came to Kerala to wear black dress. ഞാൻ കേരളത്തിലോട്ട് വന്നത് ഒരു കറുത്ത ഷർട്ട് ധരിച്ചിട്ടായിരുന്നു. Do you understand? I came to Shabarimala 12 years. 12 വർഷം ഞാൻ ശബരിമലയിൽ കണ്ടിന്യൂ ആയിട്ട് വന്നു. From my childhood to until I believe Jesus. ഞാൻ എന്റെ ചെറുപ്പം മുതൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയം വരെ ഞാൻ ശബരിമലയിൽ ദർശിക്കാൻ വന്നു. So every year we are coming to Shabarimala to wear the black dress and worship that God. ഞാൻ എപ്പോഴെല്ലാം ഈ ശബരിമലയിൽ അവിടെ വന്നു അപ്പോഴെല്ലാം ഞാൻ ഈ കറുത്ത വസ്ത്രധാരിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. But now I came from as a man of God. എന്നാൽ ഇപ്പോൾ ഞാൻ വന്നത് ഒരു ദൈവഭക്തനായി. Hallelujah. 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 See how God changed the people's life and the people plans. എങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തെയും നമ്മയും കർത്താവ് മാറ്റുന്നത്. Hallelujah. 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 My dear friends, I thank God for this morning, how God brought over here and share my testimony and His word. എന്റെ സഹോദരങ്ങളെ, എന്നെ ജീവിതത്തിലേക്ക് കർത്താവ് എങ്ങനെ കൊണ്ടുവന്നു, എന്നെ ആത്മീയതയിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു, എന്റെ സാക്ഷ്യം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. It's a long story, but I am telling you very short. ഇതൊരു വലിയ കഥയാണ്, എങ്കിലും ഞാൻ ഒരു ചെറുതാക്കി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. So I'm living like that. Why I was born, why I'm living, where I'm going after my die. In my question, my mind, there is no answer in my life. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു, എന്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം, ഞാൻ എന്തിന് ജീവിക്കുന്നു, അങ്ങനെ ഒരു ചിന്തയിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. I traveled so many places in India and the ritual places, and I traveled with some of the gurus coming to my home. They are washing their feet and giving 10,000 rupees.
and paying for the travel and lakhs of rupees. പല പുണ്യ സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ഗുരുക്കന്മാരെ കണ്ട് അവർക്ക് 10,000 കൊടുത്തു, അവരുടെ പാദം കഴുകി, അവരുടെ അനുഗ്രഹം മേടിച്ചു, അവരും എന്നെ കാണുവാൻ വന്നു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. But there is no peace in my life. ഒരിക്കലും എനിക്ക് സമാധാനം ലഭിച്ചില്ല. I questioned one Baba, he is still alive in Bangalore. He is in Bangalore right now. He is a Telugu man, but he is living in Bangalore. ആന്ധ്രക്കാരനായ ഒരു ബാബ ബാംഗ്ലൂർ ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. So I questioned him, why we are living, why we are born, why we are living, where we are going to after die. ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമ്മൾ എന്തുകൊണ്ട് ജനിച്ചു, എന്തിന് ജീവിക്കുന്നു, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ എവിടെ പോകും? And I questioned three or four times. He did not given any answer. ഞാൻ ഒരു 3-4 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും അദ്ദേഹം എനിക്കൊരു ഉത്തരം തന്നില്ല. So one day again I questioned him, if you are not answer my question, I will grab your beard. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇത്തവണ എനിക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കും. So he said, if you are doing good things, you are going to heaven. You are going to doing bad things, you are going to hell. നിങ്ങൾ നല്ലത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും, തെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. So in the movie industry we are doing all bad things. സിനിമാ ഫീൽഡിൽ ഞങ്ങളെല്ലാം തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. Bad things means I never hurt anybody. Just Randy. ഞാൻ തെറ്റായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും കെട്ടിപ്പിടിച്ചിട്ടില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. The cinema is very bad, you don't know how bad is this. സിനിമാ ലോകം എന്ന് പറയുന്നത് ഒരു തെറ്റായ ലോകമാണ്. Everything is bad. Everything is bad. എല്ലാം തെറ്റാണ്. So if you see the screen, if somebody watching movies, you see the screen, there good people is bad people are good behind the screens. നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുമ്പോൾ അവരെല്ലാം നല്ലവരാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ ആ സ്ക്രീനിന് പുറകിൽ അവരെല്ലാം വളരെ മോശം ആൾക്കാരാണ്. So don't believe the movie industry, because they are mentioning in a cinema means shameless, and there is no truthless, and there is no holinessless. Yeah. വിശുദ്ധിയില്ലാത്ത, വേർപാടില്ലാത്ത, നല്ലത് ഒന്നും പറയുവാനില്ലാത്ത ഒരു മേഖലയാണ് സിനിമാ ലോകം എന്ന് പറയുന്നത്. So don't watch movies. If you are watching, please stop. നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് വാച്ച് ചെയ്യരുത്, നിങ്ങൾ കാണരുത്. There is nothing is there in the movies or the serials. ഓക്കെ, സീരിയലിലും സിനിമയിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ലതൊന്നും നമ്മെ പഠിപ്പിക്കുന്നു. All the trash and lies. അതെല്ലാം ചപ്പും ചവറുമാണ്, അല്ലാതെ ഒന്നും നമുക്ക് പ്രയോജനമുള്ള ഒന്നുമല്ല. Thank you, Pastor.